വേണം ഒരു രക്ഷയില്ല. അതായത് ഹൃദയത്തെക്കാളും കിടിലനായിട്ട് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ ധ്യാൻ ശ്രീനിവാസൻ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് പടത്തിൽ. അതായത് പുള്ളി ക്യാരക്ടർ പിടിച്ച് ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിലടക്കം പുള്ളി അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വോയിസ് മോഡുലേഷൻ ആണെങ്കിലും എല്ലാം കിടിലനായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തേക്കുന്നത്. പിന്നെ സിനിമയുടെ ഒരു പീസ് പിടിച്ചേക്കണൊക്കെ അടിപൊളിയാണ്. പിന്നെ പ്രണവ് മോഹൻലാൽ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിനെ പല സമയത്തും കറക്റ്റ് ലാലേട്ടൻ. ഈ ലാലേട്ടന്റെ ഒരു ഇതുണ്ട്, അതായത് പുള്ളി പാട്ട് പാടുന്ന സമയത്ത് ലിപ്പ് കിടലായിട്ട് സിങ്ക് ചെയ്യും. അപ്പൊ ഡയറക്ടേഴ്സിന് ക്ലോസ് വെക്കാൻ ഒരു മടി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് തുടക്കം തന്നെ ഒരു പാട്ടുണ്ട്. അതിനകത്ത് പ്രണവിന്റെ ഒരു ലിപ്പ് സിങ്ക് ചെയ്യണ സീക്വൻസ് ഉണ്ട്. അതായത് ആ പാട്ടില് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലാലേട്ടനൊക്കെ ചെയ്യണ പോലെ കിടിലനായിട്ട് തന്നെയാണ് പുള്ളി ലിപ്പ് കിടിലനായിട്ട് സിങ്ക് ചെയ്തേക്കണം. പിന്നെ പുള്ളിയുടെ പെർഫോമൻസും കിടിലനായിരുന്നു. പിന്നെ ഇതിനകത്ത് മോസ്റ്റ് എന്റർടൈനിങ് ട്രാക്ക് നിവിൻ പോളിയുടെ. അതായത് നിവിൻ പോളിയുടെ എൻട്രിയിൽ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ കുല്ലെങ്കിൽ കാരണം അത്രക്കും ഉണ്ടായിരുന്നു. ഒരു 25 മിനിറ്റ് ഉള്ളെങ്കിലും ഇല്ലേ പുള്ളി തകർത്തിട്ടുണ്ട്. അതായത് നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. പുള്ളിയുടെ ചില ഡയലോഗൊക്കെ ഉണ്ട്, കയ്യടിയായിരുന്നു തിയേറ്ററിൽ. പിന്നെ ബാക്കിയുള്ളവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ രണ്ട് ക്യാമിയോ ഉണ്ടായിരുന്നു. എന്റെ കാര്യമുള്ള തുടക്കം പറഞ്ഞത്. പിന്നെ മറ്റേ നമ്മുടെ കല്യാണിക്കൊക്കെ സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പടങ്ങളെ മുന്നേ വിനീതിന്റെ ഡയറക്ഷൻ ഒരു ക്രിഞ്ച് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ടോ? അല്ല, ഹൃദയം എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷെ അതിനകത്ത് ചില സീക്വൻസ് ശരിയായിരുന്നു, ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചില സീക്വൻസ് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ, അതായത് മറ്റേ ആ ഒരു പയ്യന്റെ സീനില് കോളേജിൽ പഠിക്കുന്നത്, അതും പിന്നെ മോന് പേരിടുന്ന സീനൊക്കെ അത് ചെറിയ ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് ആ ഹൃദയത്തിലുണ്ടായ ആ നെഗറ്റീവ്സ് ഒക്കെ വിനീത് ശ്രീനിവാസൻ കവർ ചെയ്ത് ആ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അത് മാത്രമല്ല, സ്കോറിങ് അടിപൊളിയായിരുന്നു. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് ബ്ലെൻഡ് ആയ വേണം, വല്ലാത്തൊരു ഫീലായിരുന്നു. അതുപോലെ തന്നെ പാട്ടുകളും അടിപൊളിയായിരുന്നു കേൾക്കാനായിട്ട്. 14 പാട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യൂല. 14 അതായത് പാട്ടിന് വേണ്ടി കുത്തിക്കയറ്റിയ പോലെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യൂല. കാരണം കറക്റ്റ് പ്ലേസ്മെന്റിലാണ് സംഭവം വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നിവിൻ പോളിയുടെ ട്രാക്ക് വെറുതെ കിട്ടിയില്ല. അതായത് നിവിൻ പോളിയുടെ ഇതേപോലത്തെ എന്റർടൈനിങ് റോള് കണ്ടിട്ട് കുറെ ആയി. അതിന് വിനീത് ശ്രീനിവാസൻ തന്നെ വേണ്ടി വന്നു. അതുപോലെ തന്നെ ധ്യാനൊരു കരിയർ പ്രൊജക്ട് കൊടുക്കാനായിട്ടും ചേട്ടൻ തന്നെ വരേണ്ടി വന്നു. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്നു കാണാൻ. സാർ മാത്രമല്ല, അറിയാവുന്നവന്റെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കുന്നുള്ളത് മനസ്സിലാക്കി. ഒരു ഒന്നൊന്നര പടം. പ്രണവും നിവിൻ പോളിന്റെ ശക്തമായ തിരിച്ചറിവാണ്. പ്രണവും നിവിനും ആറാടി എന്ന് പറയാം. പിന്നെ പ്രണവും ധ്യാനം കണ്ടിയ ശ്രീനിവാസൻ വളരെ കോമ്പിനേഷനാണ്. കമലത്തിലെ ലാലേട്ടൻ്റെ പെർഫോമൻസാണ് പ്രണവ്. ഫസ്റ്റ് ഹാഫ് പ്രണവാണ്, സെക്കൻഡ് ഹാഫ് നിവിനാണ്. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, സെക്കൻഡ് ഹാഫ് മാസാണ്. മ്യൂസിക് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും ആറാടി ഉണ്ട്. തകർപ്പും പടമാണ് ഇത്. ഹൃദയത്തെക്കാട്ടും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി. കല്യാണി പ്രിയദർശൻ തകർത്തു, നീതാബിലെ തകർത്തു, നീരജ് ബാദ് തകർത്തു, അജു വർഗീസിന്റെ ഹ്യൂമറിൽ ഉഗ്രനാണ്. ശരിക്കും ഒരു മ്യൂസിക്കും ഉണ്ട്, മ്യൂസിക്കൽ ജോണ്ടറും അതിൻ്റെ ഒപ്പം തന്നെ ഹ്യൂമറും ഉണ്ട്. ഒരു മോഹൻലാൽ ശ്രീനിവാസൻ പടം കണ്ടുകൊണ്ടിരിക്കും. സിനിമയ്ക്കുള്ള സിനിമയാണ്. ഉദയനാരായണൻ പോലെ സിനിമയായിട്ട് കുറച്ച് റിലാക്ട് ചെയ്യുന്നത്. ശ്രീനിവാസന്റെ ഡയറക്ഷൻ നല്ലതാണ്. ഈ വിനീത് ശ്രീനിവാസൻ പടം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, സെക്കൻഡ് ഹാഫ് മാസാണ്. എല്ലാം കൊണ്ട് ഉഗ്ര മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പഴയ ഓർമ്മകളൊക്കെ തോന്നി. പഴയ ഓർമ്മ. ലാലേട്ട് ശ്രീനിവാസൻ ആ കോമ്പിനേഷനാണ് ഓർമ്മയായിരുന്നു. ഇത് രണ്ടുപേരും അതേപോലെ ഇരിക്കുന്നത്. ഈ പ്രണവന്റെ എല്ലാ മാനേഴ്സും മോഡലിൻ്റെയാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ കമലതലം പോലെ അങ്ങനത്തെ ആക്ടിങ് ഓറിയന്റഡാണ്. സെക്കൻഡ് ഹാഫ് നമുക്ക് നിവിനോട് വരുമ്പോൾ നല്ല ഹ്യൂമറും മാസ് എലമെന്റ് എല്ലാം വരുന്നുണ്ട്. നിവിന്റെ ശക്തമായ തിരിച്ചുവരവായി. വലിയൊരു ഹിറ്റായി. ചിരിക്കാൻ ഒരുപാടുണ്ടോ? ചിരിക്കാനുണ്ട്. നല്ല മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ചിരിക്കാൻ കുറേ ഉണ്ട്. അജു വർഗീസ് തകർത്തുണ്ട്, നീരജ് മാധവ് എല്ലാവരും. നല്ല കോമഡിയാണ്. കംപ്ലീറ്റ് എന്റർടൈനർ. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ മിസ് ചെയ്യില്ല. ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്രണവ് ലാലേട്ടന്റെ ഒരു സാധനം വന്നു. എല്ലാവരും അടിപൊളി. நைஸ், வெரி நைஸ் ஆக்சுவலி. ஒரு ஃபீல் இது ஆக்சுவலாக அந்த படம் பார்க்கும்போது ஒரு 2.5 hours வந்து நம்ம அந்த கேரக்டரோட மர்ஜ் ஆகிடுவோம். ஸோ கண்டிப்பாக தியேட்டருக்கு வந்து பார்க்கணும் எல்லாருமே. വിനീത് ശ്രീനിവാസൻ ഡയറക്ഷൻ അവര് മാസ്റ്റർ. അവര് ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്ക് ആഗ്രഹങ്ങൾ. ഈ ശ്രീനേട്ടന്റെ പടമൊക്കെ നമ്മൾ അപ്പൊ അടിച്ചു പൊളിച്ചാണ്. ഇതും അതുപോലെ തന്നെ. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? എല്ലാരും ഒരുപോലെ നല്ല ഒരു ആര് പിന്നിലല്ല, ഞങ്ങൾ മോശക്കാരല്ല, അവരെല്ലാരും കാണിച്ചു. സൂപ്പർ. ഇത് സ്പിരിറ്റ് ആണോ? അതെ, നല്ല സ്പിരിറ്റ്.